ഈ ദുനിയാവിലെ മനുഷ്യകുലത്തിന്റെ ആരംഭം നാമൊക്കെ മനസ്സിലാക്കിയതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് വിടുകയും മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പിറകിൽ ആ സൃഷ്ടിപ്പിന് പിറകിൽ അസൂയ പൂണ്ട ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ഒരു വേള ഇബ്ലീസ് അതിൽ വിജയിക്കുകയും തൽഫലമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് പടച്ച റബ്ബ് പറഞ്ഞയക്കുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നിടത്ത് അവിടുത്തെ രണ്ട് മക്കളോട് ബലിയർപ്പിക്കാൻ പറയുന്ന ഒരു ചരിത്രം നമുക്ക് സൂറത്തു മാഇദയിലെ 27 മുതൽ 31 ആയത്തിൽ വളരെ വിശദമായി വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും. ആരൊക്കെയായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ? അവരുടെ പേര് എന്തൊക്കെ എന്നൊന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നില്ല. സ്വഹീഹായ ഹദീത്തുകളിലും നമുക്കത് കാണുക സാധ്യമല്ല. എന്നാൽ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും അതേപോലെ ചില തഫ്സീറുകളിലുമൊക്കെ ആൺമക്കളുടെ പേരായി ഹാബീൽ, ഖാബീൽ എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഹാബീലിനോടും ഖാബീലിനോടും എന്തിനാണ് പടച്ച റബ്ബിനു വേണ്ടി ബലിയർപ്പിക്കാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്നതിൻ്റെ പിറകിൽ വ്യത്യസ്തങ്ങളായ കഥകളും ചരിത്രങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ അതിനെയൊന്നും സത്യപ്പെടുത്തുന്നില്ല. പക്ഷെ ബലിയർപ്പിക്കാൻ പറഞ്ഞു എന്നതിനെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ മാഇദയിലെ 27 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. പ്രവാചകരെ, നീ അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ സത്യപ്രകാരമുള്ള വാർത്ത അറിയിച്ചു കൊടുക്കുക. ഇത് ഖറബാ ഖുർബാനൻ, അവരിരുവരോടും ബലിയർപ്പിക്കാൻ പറഞ്ഞ സന്ദർഭം. ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലൻ യുതഖബ്ബൽ മിനൽ ആഖർ. അതിൽ ഒരാളുടെ ബലി പടച്ച റബ്ബ് സ്വീകരിക്കുകയും രണ്ടാമത്തെയാളുടെ ബലി പടച്ച റബ്ബ് സ്വീകരിക്കുകയും ചെയ്തില്ല. ബലി സ്വീകരിക്കാത്ത ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പുത്രൻ പറഞ്ഞു, ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ വധിക്കും, ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ് ബലി സ്വീകരിച്ച ആരുടെ ബലിയാണോ പടച്ച റബ്ബ് സ്വീകരിച്ചത് ആ പുത്രൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ പുത്രന് കൊടുത്ത മറുപടി. ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു ബലി സ്വീകരിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിൽ. തുടർന്ന് വരുന്ന ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഖതല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ബലി സ്വീകരിക്കപ്പെടാത്ത പുത്രൻ ആരുടെ ബലിയാണോ സ്വീകരിച്ചത് ആ സ്വീകരിച്ച പുത്രനെ കൊലപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ആ നിശ്ചലമറ്റ തൻ്റെ സഹോദരന്റെ ശരീരം എന്തു ചെയ്യാൻ കഴിയും, എന്തു ചെയ്യണമെന്നറിയാത്ത ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകിയായി കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച് ഇനി ഈ ചലനമറ്റ മനുഷ്യ ശരീരത്തെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന കൊലപാതകിയായ പുത്രന് മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബഅസല്ലാഹു ഗുറാബൻ, ഒരു കാക്കയെ അയക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കാക്ക മറ്റൊരു കാക്കയെ മണ്ണിൽ കുഴിച്ചിടുന്നത് കാണുന്ന വേളയിലാണ് കൊലപാതകിയായ ആ പുത്രൻ പറയുന്നത്, യാ വൈലത, എന്തൊരു നാശമാണ്, എന്തൊരു നഷ്ടമാണ്, അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബി, ഈ കാക്കയുടെ അത്ര പോലും വിവരമില്ലാത്തവനായി, ഈ കാക്കയെപ്പോലെ ആ കാക്കയുടെ അത്രയും എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് വിലപിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ടാണ് ആ സഹോദരൻ തൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പായ സഹോദരനെ
എന്തിന്റെ പേരിലാണ് ഈ ലോകത്തെ ആദ്യത്തെ കൊലപാതകം നടത്തിയത് എന്നതിന്റെ പിറകിൽ എന്തുത്തരമുണ്ട് പറയാൻ എന്ന് ചോദിച്ചാൽ അസൂയയായിരുന്നു എന്ന. ഇബ്ലീസ് എന്തുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മുന്നിൽ സുജൂദ് ചെയ്തില്ല? അവിടെയും അസൂയയായിരുന്നു. ആ അസൂയ ആണ് പിന്നീട് ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ദുർമന്ത്രണം നടത്തി പിന്നീട് ഭൂമിയിലേക്ക് എത്തിക്കുന്നത്. രണ്ട് മക്കളോട് ബലിയർപ്പിക്കാൻ പറഞ്ഞു. ഒരാളുടെ ബലി പടച്ച റബ്ബ് സ്വീകരിച്ചു, രണ്ടാമത്തെയാളുടേത് സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാത്തയാൾ സ്വീകരിച്ച പുത്രനെ കൊലപ്പെടുത്തുകയുണ്ടായി. കാരണം അത് അസൂയയായിരുന്നു എന്നാണ്. എന്റേത് സ്വീകരിച്ചില്ലല്ലോ എന്ന ഒരു ദുസ്വഭാവമായിരുന്നു. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്റെ സഹോദരങ്ങൾ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് എന്നതിന്റെ പിറകിലും അസൂയയായിരുന്നു എന്നാണ്. വാപ്പക്ക് ഞങ്ങളോടില്ലാത്ത ഇഷ്ടം യൂസുഫിനോടുണ്ട് എന്ന ഒരു അസൂയയിൽ നിന്നാണ് പിഞ്ചു കുഞ്ഞായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തന്റെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് ചേർന്ന് വലിച്ചെറിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം കടന്നു വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വെളിച്ചവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള യഹൂദികൾക്കറിയാം ഒരു പ്രവാചകൻ വരാനുണ്ട്, അന്തിമ പ്രവാചകൻ. അവിടെയുള്ള ക്രൈസ്തവർക്കറിയാം ഒരു അന്തിമ പ്രവാചകൻ വരാനുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അതിന് പിറകിലും അസൂയയായിരുന്നു എന്നാണ്. ഞങ്ങൾക്കിടയിൽ നിന്ന് കടന്നു വന്നില്ല, അറബികൾക്കിടയിൽ നിന്നാണ് പ്രവാചകൻ കടന്നു വന്നത്, അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുകയില്ല എന്ന് അവർ ധാർഷ്ട്യം പറഞ്ഞതും അവരുടെ പിറകിലും ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ അസൂയയായിരുന്നു എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. അസൂയയെ കുറിച്ചാണ്. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന, മനുഷ്യന്റെ ഇച്ഛകളിൽ, വികാരങ്ങളിൽ ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്, ദുഷിച്ച ചിന്തകളും ഇച്ഛകളുമുണ്ട്. അതിലേറ്റവും മോശപ്പെട്ട ഒന്നായി പരിചയപ്പെടുത്തുന്നത് അസൂയയെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവർ, എന്താ അസൂയ എന്ന് പറഞ്ഞാൽ ഒരു 3 തരം അസൂയകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തത്, മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. ഈ സംസാരം മുഴുവൻ നമ്മൾ കേൾക്കേണ്ടത് എന്നെ കുറിച്ച് ആലോചിച്ച്, ഓരോരുത്തരും സ്വന്തത്തെ കുറിച്ച് ആലോചിച്ച് അസൂയയുടെ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ചിന്തയിലായിരിക്കണം നമ്മുടെ ഈ സംസാരം നമ്മൾ കേൾക്കേണ്ടത്. ഒന്നാമത്തെ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അതിലെന്തോ ഒരു ദേഷ്യം, അതിലെന്തോ ഒരു വെറുപ്പ്, ആ അനുഗ്രഹത്തോടുള്ള ഒരു താല്പര്യമില്ലായ്മ, അതെങ്ങനെയെങ്കിലും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അത് ഗുരുതരമായ തിന്മകളിൽ എത്തിക്കും, കൊലപാതകങ്ങളിൽ വരെ എത്തിക്കും. അസൂയ പലപ്പോഴും അസൂയ കൊലപാതകങ്ങളിൽ എത്തി നിൽക്കുന്നത് നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപരിസരങ്ങളിലുണ്ട്. അസൂയ വലിയ തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഒരാൾക്ക് കിട്ടുന്ന നന്മയിൽ ഒരു താല്പര്യമില്ലായ്മ, ആ നന്മ എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ എന്ന ദുഷിച്ച ചിന്ത ചില ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാവും. അത് ഏറ്റവും വൃത്തികെട്ട അസൂയയായി പഠിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണം എന്ന ആഗ്രഹമില്ല, അത് അവരിൽ നിന്ന് പോകണം എന്ന ആഗ്രഹമില്ല. പക്ഷേ ഒരാൾക്കൊരു അനുഗ്രഹം കാണുമ്പോൾ എന്തോ മനസ്സിലൊരു പ്രയാസം, ഒരാളുടെ അനുഗ്രഹം കാണുമ്പോൾ മനസ്സിലൊരു പ്രയാസം, അതും അസൂയയായിക്കൊണ്ടാ പഠിപ്പിക്കപ്പെട്ടത്. ഒരാൾ നല്ലൊരു വാഹനം വാങ്ങുന്നത് കണ്ടാൽ, അയാളുടെ ബിസിനസ്സിലെ വളർച്ച കണ്ടാൽ, അയാളുടെ ലാഭം കണ്ടാൽ, അയാളുടെ ശാരീരിക പ്രത്യേകതകളോ ആരോഗ്യമോ കാണുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ചിന്തയൊന്നുമില്ല. പക്ഷേ അത് എന്തോ നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നുവെങ്കിൽ അതും അസൂയയായി പഠിപ്പിക്കപ്പെട്ടു എന്നാണ്. മൂന്നാമത്തേത് അസൂയയുടെ ഏറ്റവും ചെറിയ തട്ടിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അയാൾക്ക് വലിയ വാഹനങ്ങളുണ്ട്, അയാളുടെ വീട് വലുതാണ്, അയാൾക്ക് ഒരുപാട് മക്കളുണ്ട്, അയാൾക്ക് ഒരുപാട് സ്വത്തുവകകളുണ്ട്, അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അത് എല്ലാം എനിക്ക് കിട്ടണം. എന്നാൽ അയാളോട് വെറുപ്പില്ല, അയാളുടെ ആ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹമില്ല. എല്ലാം എനിക്ക് കിട്ടണം എന്ന ചിന്ത ദുനിയാവിനോടുള്ള ഒരു അത്യാർത്തി മനുഷ്യനിൽ ഉണ്ടാക്കുന്ന, ദുനിയാവിനോടുള്ള വല്ലാത്തൊരു ഇഷ്ടം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഒരാൾ ചിന്തിക്കുന്നത് എന്നാണ്. അതും പാടില്ല എന്ന് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അസൂയ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ ദുഷിച്ച രോഗങ്ങളിൽ ഒന്നാണ്. ഒരു സമാധാനവും ഉണ്ടാവില്ല. അസൂയ ഹൃദയത്തിലുണ്ടോ,
അവന്റെ വീട്ടിൽ നോക്കിയാൽ സമാധാനം ഉണ്ടാവില്ല, അയൽവാസിയിലേക്ക് നോക്കിയാൽ സമാധാനം ഉണ്ടാകില്ല. അവൻ റോഡിലേക്ക് ഇറങ്ങിയാൽ, അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ, പള്ളിയിലേക്ക് വന്നാൽ, മാർക്കറ്റിൽ പോയാൽ, കുടുംബ വീടുകളിൽ പോയാൽ, കൂട്ടുകാരെ സന്ദർശിച്ചാൽ എവിടെയും ഒരു സമാധാനവുമില്ലാത്ത ഹൃദയമായിരിക്കും അസൂയ അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ഇത് യോജിച്ചതേയല്ല. ഈ അസൂയ എന്ന ഈ ഒരു അവസ്ഥക്ക് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പറഞ്ഞു വരാറുണ്ട്, അസൂയക്ക് മരുന്നില്ല. അസൂയ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ രോഗമാണ്. ആ അസൂയക്ക് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് മറ്റു പലതിനും മരുന്നില്ല എന്ന ചില പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ നാടുകളിൽ പ്രചരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ പക്കൽ ഇതിന് മരുന്നുണ്ട്. അസൂയ എന്ന ദുഷിച്ച സ്വഭാവത്തെ ഇല്ലാതെയാക്കാൻ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുടച്ചു നീക്കാൻ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ചില കാര്യങ്ങൾ എണ്ണി പറയുന്നു. ഒന്നാമത്തത്, ഒരാളിൽ ഒരു അനുഗ്രഹം കണ്ടാൽ അത് അള്ളാഹുവിന്റെ ഖളാ ആണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. ഒരാൾക്ക് പടച്ച റബ്ബ് അനുഗ്രഹം കൊടുത്താൽ അത് അവന് വിധിച്ചതാണ്, അത് അവന് പടച്ച റബ്ബ് രേഖപ്പെടുത്തിയതാണ്, അത് എങ്ങനെയൊക്കെ ആയാലും അത് അവന് ലഭിക്കുമെന്ന് പടച്ച റബ്ബ് നിജപ്പെടുത്തിയതാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ചില വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചേർത്ത് വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിൽ നാമാണ് അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ചു കൊടുത്തത്. എല്ലാവർക്കും ഒരേ ജീവിതമാർഗം ആവൂല കിട്ടിയത്. ഒരാൾക്ക് നന്നായി അധ്വാനിക്കേണ്ടി വരും, ചിലപ്പോൾ ലാഭം കുറച്ചേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി, വമ്പിച്ച ലാഭങ്ങൾ കിട്ടിയേക്കാം. പല രൂപത്തിലാണ് പടച്ച റബ്ബ് ജീവിതത്തിലെ വിഭവങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും അതാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തുൻ നഹ്ലിന്റെ 71-ാമത്തെ ആയത്താണ്, വല്ലാഹു ഫളല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ മറ്റു ചിലരെക്കാൾ ഉപജീവനത്തിന്റെ കാര്യങ്ങളിൽ ചിലരെ മെച്ചപ്പെട്ടതാക്കിയിരിക്കുന്നു. അത് അള്ളാഹു അങ്ങനെ ആക്കിയതാ, അത് അള്ളാഹുവിന്റെ ഖളാ ആണ് എന്ന് ചിന്തിക്കാൻ കഴിയണം. കൂട്ടുകാരൻ ഒരുമിച്ച് പഠിച്ചതാ, അവന് നല്ലൊരു വളർച്ച കാണുമ്പോ അത് അള്ളാഹു അവന് വിധിച്ചതാണ്, അത് അള്ളാഹു അവന് നിർണയിച്ചതാണ് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ അസൂയ മാറിപ്പോകുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരാളുടെ വളർച്ചയിൽ നമ്മൾ എത്ര അസൂയ വെച്ചാലും ശരി, അയാളുടെ വളർച്ചയ്ക്ക് ഒന്നും ചിലപ്പോൾ സംഭവിച്ചോളണമെന്നില്ല. പിന്നെ എന്തിനാണ് ഈ അസൂയ വെക്കുന്നത് എന്നാണ്. അപ്പൊ അതാണ് ഒന്നാമത്തത്, അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് ചിന്തിക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയണം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പടച്ച റബ്ബ് അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലാ തന്നത്. റിസ്ക് വ്യത്യസ്ത രൂപത്തിലാ തന്നത്. ഇന്ന് നല്ല റിസ്ക് കിട്ടുന്നവൻ ഒരു പക്ഷേ അടുത്ത എക്കണോമിക് ഇയറിൽ അവൻ ഏറ്റവും താഴെ പോയേക്കാം, അവൻ കടബാധിതനായി പോയേക്കാം. അടുത്ത മറ്റൊരു എക്കണോമിക് ഇയറിൽ അവൻ വമ്പിച്ച ലാഭം നേടിയേക്കാം. ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃപ്തനാണോ? എനിക്ക് പടച്ച റബ്ബ് തന്നിട്ടുള്ള എൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ, എൻ്റെ ആരോഗ്യത്തിൽ, എനിക്ക് തന്ന നിഅമത്തിൽ ഞാൻ സംതൃപ്തനാണോ എന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കുക. എത്ര ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയും, അൽഹംദുലില്ലാ ഞാൻ സംതൃപ്തനാണെന്ന്? പലപ്പോഴും പലരും ആലോചിക്കുക, എനിക്കതില്ല, ഇന്നയാൾക്കതില്ല, എൻ്റെ വീട് ചെറുതാണ്, എൻ്റെ വാഹനം വളരെ ചെറുതാണ്, എൻ്റെ ബിസിനസ് എത്ര കാലമായി അത് വളർന്നു പന്തലിക്കുന്നില്ല, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല, എൻ്റെ ആരോഗ്യസ്ഥിതി 30 വയസ്സായപ്പോഴേക്കും ഇതാ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഇരുന്ന് ആലോചിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹത്തെ നിരാകരിച്ചു കളയുന്ന ആളുകളുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം കേട്ടോ. ടെറസുള്ള വീട്, 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കിട്ടിയിട്ട് ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അവൻ ആലോചിക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട വീടിനെ കുറിച്ചാ. അവൻ ആലോചിക്കേണ്ടത് ആരെന്നറിയോ? ഒരു വീടുമില്ലാതെ തെരുവിൽ പോളിത്തീൻ ഷീറ്റ് വലിച്ചു കെട്ടി ജീവിക്കുന്നവരുണ്ട്.
പാമ്പ് കയറാത്ത ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഏറ്റവും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ, സ്വൈര്യത്തോടു കൂടി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മഴക്കാലം വരുമ്പോ ചോരാത്ത വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കട്ടിലിന് മുകളിൽ ഷീറ്റ് വെച്ച് അടിയിൽ കിടക്കുന്നവരുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് ചിന്തിക്കണം. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയാം, വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും വലാ തൻദുറു, നിങ്ങൾ നോക്കിപ്പോകരുതേ, ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ ഉന്നതിയിലുള്ള ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമാണ്, ഉറപ്പാണ്, എല്ലാ നിലക്കും ഉണ്ടാവും. അവരിലേക്ക് നോക്കിപ്പോകരുതേ. കൽപ്പന പറഞ്ഞ് വലാ തൻദുറു, നോക്കിപ്പോകരുതേ. അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ നിനക്ക് തോന്നുന്ന അനുഗ്രഹം, നമുക്ക് തോന്നുന്നതാണ് സമ്പത്താണല്ലോ വലിയ അനുഗ്രഹം, അല്ലെ? ചിലപ്പോ അതൊന്നും നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ടാവും, അയാളുടെ വാഹനത്തിലെ യാത്ര കണ്ടിട്ട് നമ്മൾ കരുതുക അയാൾ എന്തൊരു അനുഗ്രഹത്തിലാ. ചിലപ്പോൾ അയാളെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ മറ്റൊരാളിൽ കണ്ട് അയാളെ കുറിച്ച് ആലോചിച്ചാൽ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ നിങ്ങൾ വില കുറച്ചു കാണുന്നവരായി മാറുന്ന, നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ പ്രിയപ്പെട്ടവർ, ഏറ്റവും ചുരുങ്ങിയത് ആ ഫിലിസ്തീനിന്റെ മണ്ണിലേക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയണം നമുക്ക്. അവിടുത്തെ മക്കളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ സാഹചര്യത്തെ കുറിച്ച് നമ്മെപ്പോലെ ചിന്തയും വികാരങ്ങളും വേദനയും എല്ലാമുള്ള എല്ലാ വികാരമുള്ള മനുഷ്യരാണ്, എല്ലാ വികാരങ്ങളുള്ള മനുഷ്യർ. അവരെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ. ഒരു നേരത്തെ ഭക്ഷണം വയറു നിറയണ്ട, പട്ടിണി മാറ്റാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോ, ഒരു വാഹനം കണ്ട്, വീടിന്റെ പെയിന്റ് കണ്ട്, റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഗേറ്റ് കണ്ട്, വില കൂടിയ വാഹനങ്ങളും മൊബൈൽ ഫോണുകളും കണ്ട് നമ്മുടെ ഹൃദയത്തെ എന്തിന് അസ്വസ്ഥമാക്കണം പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിയാൽ അസൂയ എന്ന ദുർഗുണം നമ്മളിൽ ഇല്ലാതെയാകും. ഒന്നാമത് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്, അത് അള്ളാഹുവിന്റെ ഖളാ ആണ് എന്ന് ചിന്തിക്കുക ഒരാളില് അനുഗ്രഹം കാണുമ്പോൾ. അപ്പൊ അവിടെ അസൂയ ഉണ്ടാവൂല. നമ്മെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുക. ഇവിടെ ഒരു പള്ളിയിൽ വന്ന് ഇരിക്കാനും ഒരു ഖുതുബ കേൾക്കാനും എനിക്ക് പറ്റുണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ സമാധാനം കിട്ടണമെന്നാണ്. എത്ര ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിലില്ലേ, വീട്ടിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയാത്ത ആളുകൾ, എല്ലാ ആരോഗ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ നടക്കാൻ കഴിയാത്ത ആളുകൾ, മനസ്സ് പതറിപ്പോയ ആളുകൾ, തളർന്നുപോയ ആളുകൾ, കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത ആളുകൾ, കേൾവിയില്ലാത്ത ആളുകൾ, ഒന്ന് കാണാൻ കഴിയാത്ത ആളുകൾ, അവരെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എന്നാലേ ഒരു അസൂയക്കും അവിടെ സാധ്യതയുണ്ടാവൂല എന്നാണ്. മാത്രമല്ല, അസൂയ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന അസൂയയെ പറ്റി പറയുന്ന ചില വാചകങ്ങളുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തത്തെ കൊല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയും, അസൂയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തത്തെ കൊല്ലുകയാണ്, നിത്യമായ ദുഃഖം ഏറ്റെടുക്കുന്നു. മറ്റൊരാളെങ്ങനെ നോക്കിയിട്ട് അവന്റെ എന്തൊക്കെയാണ്, എനിക്കൊന്നുമില്ലല്ലോ എന്ന് മനസ്സ് വേദനിച്ചാൽ നിത്യമായ ഒരു ദുഃഖം ഹൃദയത്തിൽ ഉണ്ടാകും. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയും തകരുന്ന ഹൃദയവും അസൂയയുടെ ഭാഗമായി ലഭിക്കുന്ന രോഗമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു ചേർത്ത് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദു, ഈമാനും ഹസദും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് ചേരുകയില്ല എന്ന് പറഞ്ഞാലേ, ഈമാനും അസൂയയും ഒരുമിച്ചൊരു ഹൃദയത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഹസദ് വന്നാല്, അസൂയ വന്നാല് ഈമാന് പോകും, ഈമാന് വന്നാൽ അസൂയ പോകണം. അസൂയ ഹൃദയത്തിലുണ്ടോ അതിനർത്ഥം എന്താ അറിയോ? ഈമാനില്ല എന്നാണ്. ഒരാളുടെ നന്മ കണ്ടിട്ട് എന്തോ ഒരു പ്രയാസം, ഇരുന്ന് ആലോചിക്കുക, എനിക്കുണ്ടോ? നമുക്കൊരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ കുറവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈമാൻ ഇല്ലാത്ത ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ എന്തു വിജയമാണ് പരലോകത്ത് നമുക്കുണ്ടാവുക? ഇവിടെയാണ് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സഹോദരൻ ഒരു നന്മ കണ്ടു, ഒരു നേട്ടം കണ്ടു, ബിസിനസ്സിലെ വിജയം കണ്ടു, ഒരു അവാർഡ് അവന് കിട്ടി, അവന്റെ കുഞ്ഞിന് ഫുൾ A+ കിട്ടി, അതല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടു, അവന് വമ്പിച്ചൊരു വിജയമുണ്ടായി. ഇത് കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലെ സന്തോഷം ഉണ്ടാവേണ്ടത്, സന്തോഷമാണ് ഉണ്ടാവേണ്ടത്.
അതിനെ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കണം. അവിടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ബാറക്കല്ലാഹു ഫീ, ബാറക്കല്ലാഹു ഫീഹി എന്ന് പറയാൻ പറ്റണം. എങ്ങനെയെന്നറിയാം? വായ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക, അള്ളാഹു നിനക്ക് എല്ലാ അനുഗ്രഹവും അതിൽ തരട്ടെ, ബർക്കത്ത് ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. പുതിയൊരു വാഹനം വാങ്ങി എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം ബാറക്കല്ലാഹു ഫീ, ബാറക്കല്ലാഹു ലക എന്ന് പറയാൻ കഴിയണം എന്നാ. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. മറ്റൊരാളുടെ നേട്ടം കണ്ടാൽ ഒരു പ്രാർത്ഥന കൊണ്ട് മറുപടി കൊടുക്കാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ റഅ അഹദുകും മിൻ അഖീഹി മാ യുഅ്ജിബുഹു ഫൽയദ്ഉ ലഹു ബിൽ ബറക. ഒരാളുടെ ഒരു അനുഗ്രഹം കണ്ടിട്ട് നിങ്ങൾക്കൊരു അത്ഭുതം തോന്നി, വല്ലാത്ത ഒരു കാര്യം തോന്നിയാൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ബാറക്കല്ലാ എന്ന് പറയുക. ഇത് എവിടെ പറയേണ്ടത്? ബാറക്കല്ലാ എവിടെ പറയേണ്ടത്? മാഷാ അല്ലാഹ് എവിടെ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് എപ്പോഴാ പറയേണ്ടത്? ജസാക്കുമുല്ലാഹ് എപ്പോഴാ പറയേണ്ടത്? പലപ്പോഴും നമ്മിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒരു അനുഗ്രഹം കണ്ടാൽ ബാറക്കല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റണം. വെരി ഗുഡ് ഒക്കെ പറയാം, എക്സലന്റ് പറയാം, അതിന്റെ കൂടെ ബാറക്കല്ലാ എന്ന് കൂടി പറയാൻ മാഷാ അല്ലാഹ് പലപ്പോഴും ചേർത്ത് പറയാറുണ്ട്. മാഷാ അല്ലാഹ് ബാറക്കല്ലാ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുക എന്നതും, മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ ഒരു വെറുപ്പും ഒരു വേദനയും അവൻ അങ്ങനെ കിട്ടിയല്ലോ എനിക്കതില്ലല്ലോ എന്നൊരു ചിന്ത ഒരാളിൽ ഇല്ലെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചരിത്രം ചേർത്ത് വെക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്വഹാബാക്കളെ, സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പൊ കടന്നു വരൂട്ടോ. ആലോചിക്കൂ, ഈ സ്വഹാബാക്കളുടെ ഇരുത്തം പോലും സ്വർഗം കിട്ടാനാ. സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പൊ കടന്നു വരും എന്ന് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു. അതെ, അവർക്കിടയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരിക. ആ മനുഷ്യന്റെ കയ്യിൽ ചെരുപ്പുണ്ട്. ആ മനുഷ്യന്റെ വുളു എടുത്തതിന്റെ അടയാളമായി താടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നു. സ്വഹാബികളൊക്കെ ഇങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി നോക്കി. രണ്ടാമത്തെ ദിവസം ഇതേപോലെ ഒരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പൊ വരൂട്ടോ. ആരാ വന്നതെന്നറിയോ? തലേ ദിവസം കടന്നു വന്ന മനുഷ്യൻ അതേ രൂപത്തിൽ കയ്യിൽ ചെരുപ്പുമായിട്ട് അവിടുത്തെ പള്ളിയിലേക്ക് കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ വരും നിങ്ങൾക്കിടയിലേക്ക്. കഴിഞ്ഞ 2 ദിവസം ആരാണോ വന്നത് ആ മനുഷ്യൻ അതേ രൂപത്തിൽ ആ സ്വഹാബികൾക്കിടയിലേക്ക് കടന്നു വന്നു. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു എന്നറിയോ? എന്തുകൊണ്ട് ഈ മനുഷ്യന് സ്വർഗം കിട്ടി അതറിയണം. അതാ ഏറ്റവും വലിയ താല്പര്യം. കാരണം എങ്ങനെയെങ്കിലും സ്വർഗം കിട്ടണം എന്നാ ആ താല്പര്യം നമുക്കുണ്ടാവേണ്ടത്. എന്തു ചെയ്തു എന്നറിയാം? ആ മനുഷ്യന്റെ കൂടെ യാത്ര പോയി. ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു 3 ദിവസം താമസിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിച്ചോട്ടെ. എന്തിനാ താമസിക്കുന്നതെന്നറിയോ? ഞങ്ങൾ ആരും ചെയ്യാത്ത എന്ത് പ്രവർത്തനമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്? സ്വർഗം കിട്ടുന്ന പറഞ്ഞു. അതിലും വലുതെന്താ? ആ സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനം കണ്ടു മനസ്സിലാക്കണം. ഞാൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പോയി. ഒരു ദിവസം അദ്ദേഹത്തെ നിരീക്ഷിച്ചു. രാത്രിയിൽ പോലും അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതൊന്നും കണ്ടില്ല. അദ്ദേഹം ഇങ്ങനെ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടു. രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. സുബഹി നമസ്കാരത്തിന് മുമ്പ് എണീറ്റിട്ട് പള്ളിയിൽ പോകും ഇദ്ദേഹം. മൂന്നാമത്തെ ദിവസവും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു പ്രവർത്തനം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം, ആദിത്യം എന്ന് പറഞ്ഞ 3 ദിവസം, മൂന്നാമത്തെ ദിവസം മടങ്ങുമ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്തേ നിങ്ങളടുത്ത് വന്നത് എന്നറിയോ? ഇങ്ങനെയൊക്കെ ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ പറഞ്ഞു, സ്വർഗത്തിൽപ്പെട്ട ഒരാൾ വരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാ വന്നത്. രണ്ടാമത്തെ ദിവസവും നിങ്ങളാ വന്നത്. മൂന്നാമത്തെ ദിവസവും നിങ്ങളാ വന്നത്. അപ്പൊ ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തു പ്രവർത്തനമാണ് നിങ്ങളിൽ ഉള്ളത് എന്നറിയാനാ, നിങ്ങളുടെ വീട്ടിൽ വന്ന് രാത്രി താമസിച്ച് നിങ്ങളെ കുറിച്ച് പഠിക്കാനാ വന്നത്. എന്നിട്ട് ചേർത്ത് പറയാ, ഫലം അറക്കത്ത് അമലു കസീറ അമലിൻ. പക്ഷേ എന്തെങ്കിലും അമല് കൂടുതലായി ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ പോവാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ കുറച്ചു സമയം ഇങ്ങനെ നിശബ്ദനായി. എന്നിട്ട് ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പറയുന്നുണ്ട്, മാ ഹുവ ഇല്ലാ മാ റഅയ്ത്. നിങ്ങൾ കണ്ടതൊക്കെ തന്നെ ഉള്ളൂ എന്നും എന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചൊന്നും എന്റെ ജീവിതത്തിലില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചേർത്തു പറയുന്ന ചില വാചകങ്ങളുണ്ട്. ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ. എനിക്ക് ഈ മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ആളുകളിൽപ്പെട്ട ആരോടും ഒരു വെറുപ്പില്ല. ഒന്നാമത് പറഞ്ഞു, എനിക്ക് ആരോടും ഒരു വെറുപ്പില്ല.
രണ്ടാമത് പറഞ്ഞെന്തറിയോ, വല അഹ്സുദു അഹദൻ, എനിക്കാരോടും അസൂയയില്ല. അല ഖൈരിൻ അഅതാഹു ഇയാഹു, അള്ളാഹു ഒരാൾക്കൊരു നന്മ കൊടുത്തത് കാണുമ്പോൾ എനിക്കാരോടും ഒരു അസൂയയുമില്ല. ഇത് എനിക്ക് എന്തെങ്കിലും എൻ്റെ അടുത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ എന്നാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ, ഹാദിഹില്ലതി ബലഅത് ബിക്, ഇതുകൊണ്ടാ ആ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയത്. ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഒരാളിൽ നന്മ കാണുമ്പോൾ എനിക്ക് വല്ല പ്രയാസമുണ്ടോ? ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തിൽ ഒരാളുടെ നേട്ടം കാണുമ്പോൾ, ഒരാൾ വാഹനം വാങ്ങി എന്ന് പറയുമ്പോൾ, ഒരാളുടെ മകന് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ, ഗവൺമെന്റ് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ, മറ്റൊരാളുടെ മകളുടെ കല്യാണം ശരിയായി എന്ന് പറഞ്ഞപ്പോൾ, ഇതൊക്കെ ഇരുന്നൊന്ന് ആലോചിക്കുക. എൻ്റെ മനസ്സിൽ സന്തോഷമാണോ ഉണ്ടാകുന്നത്? അതല്ല എന്തെങ്കിലും പ്രയാസമാണോ ഉണ്ടാകുന്നതാണ്? പ്രിയപ്പെട്ടവരെ, സ്വർഗം വേണോ? ഒരാളോടും വെറുപ്പില്ലാത്ത, അസൂയയുടെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിലില്ലാതെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. എനിക്ക് കിട്ടിയ നന്മ, വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു തരും, എനിക്ക് കിട്ടുന്നൊരു നന്മ എൻ്റെ സഹോദരനും കിട്ടണം എന്ന ചിന്തയെ ഒരാളെ യഥാർത്ഥ മുസ്ലിമാക്കുന്ന. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, അവൻ തന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. വിശ്വാസിയായിരിക്കും, യഥാർത്ഥ വിശ്വാസിയാവൂല. എനിക്കൊരു അനുഗ്രഹം കിട്ടി, അത് അവന് കിട്ടരുത് എന്നല്ല ചിന്തിക്കേണ്ടത്, അത് അവനും കൂടി കിട്ടണം. അതിന് എന്താ വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാം. എനിക്കൊരു അനുഗ്രഹം കിട്ടി, അത് അവനും കൂടി കിട്ടണം എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയെ ഏറ്റവും ഉത്തമനാക്കി മാറ്റുന്നത് എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പകർന്നു വെക്കാൻ കഴിയണം. സ്വാർത്ഥതയില്ലാതെയാകും, അസൂയയില്ലാതെയാകും, വെറുപ്പില്ലാതെയാകും. ഈ ഹദീസിനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നു, ലാ യസാലു നാസു ബിഖൈരിൻ മാ ലം യതഹാസദൂ, അസൂയയില്ലാത്ത കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് അസൂയയില്ലാത്തൊരു ഹൃദയം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം എന്നാണ്. അസൂയയുടെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു, അസൂയ ഉണ്ടായാലുള്ള നഷ്ടത്തെ കുറിച്ച് പറഞ്ഞു, അസൂയ ഇല്ലാതായാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ അസൂയ വെക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ട് കാര്യത്തിൽ പറഞ്ഞു, ആ വിഷയത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം. ഏതൊക്കെയാണ് ആ വിഷയം എന്നറിയോ? ലാ ഹസദ ഇല്ലാ ഫീ ഇത്നതൈൻ, രണ്ട് വിഷയത്തിലല്ലാതെ അസൂയയില്ല. എന്നിട്ട് പറയാണ്, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ഒരു മനുഷ്യൻ അവന് പടച്ച റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ നന്നായി അറിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്തു ചെയ്യുമെന്നോ, ഫഹുവ യത്ലു ആനാ അല്ലൈലി വആനാ അൻ-നഹാർ, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, പകലിലും രാത്രിയിലും പാരായണം ചെയ്യുന്നു. ഫസമിഅഹു ജാറുൽ ലഹു, അവന്റെ പാരായണം അവന്റെ അയൽവാസി കേൾക്കുകയാണ്. ഫഖാല, അയൽവാസി പറയുകയാണ്, ലൈതനി ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ, ആ മനുഷ്യന് കൊടുത്തതുപോലെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും പാരായണം ചെയ്യാനും എനിക്കെങ്ങാനും കഴിവുണ്ടായിരുന്നെങ്കിൽ ഫഅമിൽതു മിസ്ല മാ യഅമൽ, അവൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാമായിരുന്നു. ഒരാളുടെ ഖുർആൻ ഓത്ത് കേട്ട് ആ ഇമാമിനെ എങ്ങനെ കണ്ടിട്ട്, അതേപോലെ എനിക്കും ഖുർആൻ അന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കും ഇമാമത്ത് നിൽക്കായിരുന്നല്ലോ, എനിക്കും ഇങ്ങനെ ഓതായിരുന്നല്ലോ എന്ന ചിന്ത ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് പറയാൻ, വറജുലൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു സമ്പത്ത് കൊടുത്ത ഒരു മനുഷ്യനാണ്. വഹുവ യുഹ്ലികുഹു ഫിൽ ഹഖ്, ആ സമ്പത്ത് അവൻ ശരിയായ രൂപത്തിൽ അവൻ ചെലവഴിക്കുന്നു, നന്മയുടെ ഭാഗത്തവൻ സമ്പത്ത് ചെലവഴിക്കുകയാണ്. അവനെ കാണുന്ന ഒരു മനുഷ്യൻ പറയും, ലൈതനി ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ, ആ മനുഷ്യന് കൊടുത്തതുപോലെ സമ്പത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഫഅമിൽതു മിസ്ല മാ യഅമൽ, അവൻ ദീനീ വിഷയത്തിൽ ചെലവഴിക്കുന്നത് പോലെ എനിക്കും ചെലവഴിക്കാമായിരുന്നു. സമ്പത്തുള്ളോനെ എന്നല്ല പറഞ്ഞേ, സമ്പത്ത് ഉണ്ടായിട്ടേ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ കൊടുക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക ഒരു മടിയില്ല. അങ്ങനെ ഒരാളെ കാണുമ്പോൾ ആലോചിക്കുക, പഠിച്ചോനെ അതേപോലെ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കായിരുന്നല്ലോ. അല്ലാതെ ഒരുപാട് സമ്പത്തും ആസ്തിയുണ്ട്, ദീനീ വിഷയത്തിൽ ഒന്നും കൊടുക്കാത്ത ഒരാളെ ചൂണ്ടിയിട്ട് അസൂയപ്പെടണം എന്നല്ല പറഞ്ഞത്. ഈ രണ്ട് ദീനിന്റെ വിഷയത്തിൽ
അസൂയപ്പെടാം എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇവിടെ അയാളുടെ സമ്പത്ത് നീങ്ങിപ്പോകണം എന്നല്ല, അയാളുടെ ഖുർആൻ അയാൾ മറന്നു പോകണം എന്നല്ല എന്ന ചിന്തയല്ല ഉള്ളത്. ആ നന്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കും നന്മകൾ നേടിയെടുക്കാമായിരുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ അസൂയ വെച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അസൂയ എന്ന ദുർഗുണത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞുകൊണ്ട് സമാധാനമുള്ള ഹൃദയം നമുക്കുണ്ടാവണം. അവർക്കേ വിജയിക്കാൻ കഴിയൂ, അവർക്കേ മുത്തക്കികളായി മാറാൻ കഴിയൂ. അങ്ങനെ മാറിക്കഴിഞ്ഞ ആളുകളുണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പോയ ആ അൻസാരി പോയ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.